ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു വീക്കെൻഡ് സ്പെഷ്യൽ റെസിപ്പി നോക്കാം. ഇതുപോലൊരു കറി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സാധാരണ പോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് എല്ലാം ഞാൻ വഴറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോൾ അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇനി നമുക്കത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് 2 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി പകുതി വേവായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇനി അതിലോട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറിക്കൂട്ടാണ് ചേർക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ചിക്കൻ മസാല കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ കടകളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ സെൻറ്ററിൽ നിന്നാണ് നമ്മളിത് മേടിക്കാറ്. ഇത് വെച്ചിട്ട് കറി വെക്കുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ നാടൻ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ കിട്ടുന്നത്. മസാല ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള ചേരുവകൾ കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 കപ്പ് തന്നെ കാച്ചിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കഴുകിയെടുത്തിട്ടുള്ള നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ മസാലക്കൂട്ട് തന്നെയാണ് നമ്മുടെ ഈ റെസിപ്പിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും മസാലയുടെയും അതുപോലെ നല്ല ചിക്കൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഡ്രൈ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.